ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ലൈൻ RPയിൽ ഒരു ഹ്യൂജ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് ഒരു 4 ക്ലാൻ ഹൗസസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാനിലുണ്ട്, അത് കൂടാതെ ഒരു ഫാക്ഷൻസ് എന്ന് പറയും. നിങ്ങൾക്കറിയായിരിക്കും പലർക്കും. ഈ ഫാക്ഷൻസ് എന്ന് വെച്ചാൽ അതിൽ മിലിറ്ററി, പോലീസ്, ഹോസ്പിറ്റൽ, പിന്നെ കൂടാതെ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ഈ ഫാക്ഷൻസ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് ക്ലാൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സംഭവമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൽ 4 ക്ലാൻ ഹൗസ് ഉണ്ട്. സോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ഫുൾ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം, ഇതിൽ എന്തൊക്കെ ചെയ്യാം, ഇതിനകത്ത് നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്യാങ് ഹൗസിൻ്റെ ലൊക്കേഷനിലായിട്ടൊക്കെ വരും, അതിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. സോ ഞാനൊന്ന് മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഇവിടെ മാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ഷൻസ്, ജോബ്, കാസ്, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതിൽ നമ്മൾ ഫാക്ഷൻസിൽ ക്ലിക്ക് ചെയ്യും. സോ ആദ്യമത്തെ 4 എണ്ണമാണ്, അതായത് ഗ്രൂവേഴ്സ്, ബുള്ളേഴ്സ്, ലോസ് ലോക്കോസ്, കാൽബ, അങ്ങനത്തെ ഒരു പേരും. സോ ഞാനിപ്പോൾ ജോയിൻ ചെയ്തേക്കുന്ന ആ ഒരു ഗ്യാങ്ങിനകത്താണ്. സോ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലൊക്കേഷൻ പിന്നാവും. സോ മാക്സിമം മലയാളീസ് എല്ലാവരും ഈ ഒരു ക്ലാനിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ പിൻ ചെയ്തിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ എത്തണം. ഓക്കെ, വണ്ടി ഓടിച്ച് എത്തിക്കഴിഞ്ഞിട്ട് മുന്നോട്ട് നടന്ന് നിൽക്കുമ്പം ഒരു പെണ്ണുമ്പിള്ള അവിടെ നിൽക്കുന്നത് കാണാം. അവിടെ ഒരു നീല കളറിലൊരു സർക്കിളും കാണാം. സോ അതിനകത്തോട്ടൊന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ ഒരു ക്ലാൻ ഹൗസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ക്യാരക്ടറൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ക്യാരക്ടർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രാക്ഷൻസിന് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻസിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. സോ നമ്മളങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിഷൻസ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. കൂടാതെ നമുക്ക് പൈസ കിട്ടാൻ വേറൊരു വഴി എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എല്ലാ 20 മിനിറ്റിലും ഓൾമോസ്റ്റ് ഒരു $4700 കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ 20 മിനിറ്റിലും ഗെയിമിനകത്ത് ആക്റ്റീവ് ആയാൽ മതി. പക്ഷേ നിങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൽ, ആർമിയിൽ, മെഡിക്കലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ, എക്സാമ്പിൾ പറയുക, ആ ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ നിൽക്കണം. അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, റൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കൊന്ന് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ എവിടെ കറങ്ങി നടന്നാലും നമുക്ക് എല്ലാ 20 മിനിറ്റിലും $5000 വെച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കും. സോ അത് ഇതിൻ്റെ ഒരു മെറിറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെഡിക്കലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. മെഡിക്കലായിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, മീൻസ് ഓരോ മിനിറ്റിലും നമുക്ക് പൈസ കിട്ടുന്ന സ്കീമൊക്കെ അതിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ക്ലാനിലോ കാര്യങ്ങളിലോ ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്, ഒരു ലോൺ വാരിയറെ പോലെ അവിടെയൊക്കെ നടക്കണം ക്ലാനിലൊന്നും ഇല്ലാതെ. അതാണ് ഒരു ഡിമെറിറ്റ്. പിന്നെ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഞാൻ $4700 കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ ലെവൽ ഇതിനകത്ത് കൂടും. ലൈക്ക് അതെങ്ങനെ കൂടുന്നത് എനിക്കറിയത്തില്ല. മീൻസ് നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ഫ്രാക്ഷൻസിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ലെവൽ അപ്പ് ആവുമായിരിക്കും. സോ അതിന് ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമുക്കുള്ള എമൗണ്ട്, മീൻസ് 20 മിനിറ്റ് കൂടുമ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് കൂടും. സോ ആർമിയിലും മിലിറ്ററിയിലൊക്കെ നമ്മളുടെ റാങ്കിനനുസരിച്ച് കൂടാറുണ്ട്. സോ ഇതിനകത്ത് എന്തായാലും കൂടാതിരിക്കത്തില്ല. സോ കൂടും. പിന്നത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ വാറുണ്ട്. മീൻസ് നമ്മളിപ്പോൾ ഒരു ഗ്യാങ് ഹൗസിലുണ്ട്, കൂടാതെ വേറെ 3 ഗ്യാങ് ഹൗസ് വേറെ ഉണ്ട്. സോ ഈ 3 ഗ്യാങ് ഹൗസ് തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1v1 വാറുണ്ടാവും. 1v1 എന്ന് വെച്ചാൽ ഈ ഗ്യാങ്ങും ആ ഗ്യാങ്ങും തമ്മിൽ അടിയുണ്ടാവും. സോ അതാണ് നിങ്ങളെ ഞാൻ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കത് എപ്പോഴാണ് നടക്കുന്നതെന്നൊന്നും കറക്റ്റ് ടൈം അറിയത്തില്ല. പക്ഷേ നടക്കുന്ന സമയത്ത് നമ്മളുടെ മേളിൽ ഇങ്ങനെ എഴുതി കാണിക്കും. ആ എഴുതി കാണിക്കുമ്പം നമ്മൾ അവിടെ മാപ്പ് ഓണാക്കുക. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മാപ്പ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. അവിടെ ഒരു റെഡ് കളറിൽ ഒരു ലൊക്കേഷനിൽ റെഡ് കളർ കത്തും. സോ നമ്മൾ ഇവിടുന്ന് വണ്ടിയായിട്ട് ആ ഒരു ലൊക്കേഷനിലോട്ട് പോയിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ പ്ലേയേഴ്സിനെ തന്നെ അടിച്ചിടാൻ നോക്കണം. സോ നമ്മൾ മാക്സിമം ക്ലോസ് റേഞ്ച് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഫോണ്ട് ലൈക്ക് ഏത് കളറാണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ നീലയാണ്. സോ നിങ്ങളുടെ നീലയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവരെ അടിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റിൻ്റെ നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മതി, ഗ്രീന്, അതുപോലെ തന്നെ ഒരു റോസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പർപ്പിൾ. സോ പർപ്പിളാണ് നമ്മളുടെ എനിമി.
നമ്മൾ ബ്ലൂ ആണ്. സോ ഈ ഒരു സോണിൽ തന്നെ എല്ലാ ഗ്യാങ്സും വന്ന് അടിക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. സോ അതാണ് ഗ്രീനും എല്ലാവരും അവിടെ കാണുന്നുണ്ട്. സോ നമ്മൾ പക്ഷേ ഫൈറ്റ് നമ്മളുടെ മേളിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബുള്ളേഴ്സ് എന്ന് വെച്ചിട്ടുള്ള ഒരു ടീമിൻ്റെയാണ്. സോ നമ്മൾ മാക്സിമം അവരെ കൊന്നാലേ പോയിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ കൂടുതൽ പോയിൻ്റ് എടുക്കുന്ന ടീമായിരിക്കും ജയിക്കുന്നത്. എന്നിട്ട് നമ്മൾ റീസ്പാൻ ആയിട്ട് എങ്ങനെയാണ് ചാവണം, ആ ടൈമറിനുള്ളിൽ ചാവുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ വരും, ഹോസ്പിറ്റലിലായിരിക്കില്ല. എന്നിട്ട് നമുക്ക് പിന്നെയും ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൊക്കേഷനിലേക്ക് കാർ എടുത്തിട്ട് വീണ്ടും അവിടേക്ക് പോയി അടിക്കാൻ പറ്റും. ആ ഒരു ടൈമർ തീരുന്നതിനുള്ളിൽ വരെ അത് പറ്റുള്ളൂ. ടൈമർ തീർന്നിട്ടാണ് നമ്മൾ ചാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ഞാനിപ്പോൾ ഈ ഇറങ്ങി പോകുന്ന റൂമെന്ന് വെച്ചാൽ നമുക്കവിടെ ഫ്രീ ആയിട്ട് ഗണ്ണൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ചില സമയത്ത് അത് തീർന്നു പോകും. അത് വേറെ മെമ്പേഴ്സൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഗെയിമിനകത്ത് ഈ ഒരു ഫ്രാക്ഷൻസിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാൻ ടാഗ് മാറ്റണമെന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് പറയുന്നത്. സോ ക്ലാൻ ടാഗ് എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ തലയുടെ മണ്ടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ജസ്റ്റ് ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വേറെ എൻ്റെ ക്ലാനിലുള്ള മെമ്പേഴ്സൊക്കെ വരുമ്പോൾ അവരുടെ തലയുടെ മണ്ടയ്ക്ക് ഫോണ്ട് ഉണ്ടാവും, ലൈക്ക് ഏത് KLHS എന്നൊരു ഫോണ്ട് ഉണ്ടാവും. സോ അവർ പറയുന്നത് വെച്ചാൽ അത് റിമൂവ് ചെയ്യണമെന്നാണ്. അത് റിമൂവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ ക്ലാനിൽ നിന്നും ലെഫ്റ്റ് ഒന്നും ആവത്തില്ല. പക്ഷേ ടാഗ് റിമൂവ് ചെയ്യണം, എന്നാലേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ റിമൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ഓരോ ചോയ്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫ്രാക്ഷൻസിൽ കയറണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. അതല്ല വേറെ എന്തെങ്കിലും വഴി, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു വഴി എന്ന് വെച്ചാൽ എൻ്റെ ക്ലാനിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് നെയിമിൻ്റെ കൂടെ ടാഗ് ആഡ് ചെയ്യാൻ. മീൻസ് നമ്മളിപ്പോൾ ഞാൻ ലീഡർ ആയതുകൊണ്ട് എനിക്ക് ആ ടാഗ് മണ്ടയ്ക്ക് ഇത് റിമൂവ് ചെയ്യാം. സോ അപ്പോൾ എല്ലാവരുടെ തലയ്ക്ക് നിന്ന് പോകും. ബട്ട് അവരുടെ ഗെയിം നെയിമിൻ്റെ കൂടെ നമ്മളുടെ ക്ലാൻ്റെ പേരിൻ്റെ ടാഗ് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് നെയിം ചേഞ്ചിങ് കാർഡ് വേണം, അല്ലെങ്കിൽ കാർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, മനസ്സിലായി കാണും. സോ അതിന് നമ്മൾ ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഇത്ര കോയിൻ 25 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നടന്നു പോയിട്ട് ജസ്റ്റ് ഒരു ഡ്രസ്സ്, അതായത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിനകത്തില്ല, ഫ്രാക്ഷൻസിനകത്തൊന്നും ജോയിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടംപോലെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ബാഗുണ്ട്, എല്ലാ ചെരുപ്പ് മാല എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രാക്ഷൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അതല്ലാതെ നമ്മളുടെ കയ്യിലുള്ളതൊക്കെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണെന്ന്. ഞാനും ഇന്നാണ് ഈ അപ്ഡേറ്റ് വന്നത്. സോ എനിക്ക് ഇന്ന് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ വേണമെങ്കിലും അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റ.